സർവകലാശാലയിൽ SFIക്കെതിരെ VC-യുടെ പ്രതികാര നടപടി. യൂണിയൻ തിരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിൽ രൂപീകരിച്ചു. സർവകലാശാലയിൽ SFI പ്രതിഷേധം കനത്തതിന് പിന്നാലെയാണ് നടപടി. ഇതോടെ നിലവിലെ യൂണിയൻ അസാധുവാകും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുന്നു. അതിനെതിരെയായിരുന്നു VC-ക്കെതിരായിട്ടുള്ള SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധത്തെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ് നടന്നത്. ആ പ്രതിഷേധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ യൂണിയൻ തന്നെ അസാധുവാക്കിക്കൊണ്ടുള്ള നീക്കമാണ് VC-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അല്ലെ? എങ്ങനെയാണ് നടപടികൾ? പക്ഷേ ഈ മാസം 28 വരെയായിരുന്നു യൂണിയന്റെ കാലാവധി ഉള്ളത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ VC-യുടെ ഇത്തരത്തിലുള്ളൊരു പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. യൂണിയൻ തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൗൺസിലിനെ രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇനി SFI അടക്കമുള്ള പാർട്ടികൾക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു പക്ഷെ നേരിടേണ്ടി വരും. അതായത് SFIയെ സംബന്ധിച്ചിടത്തോളം വർഗീയ ആധിപത്യമുള്ള ഒരു സർവകലാശാലയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്കിൽ പോലും ഇന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ഈ തീരുമാനം വന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യം. VC-യുടെ നീക്കം കലോത്സവം തടയാൻ എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. കാരണം SFI മുന്നോട്ട് വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കലോത്സവം നടത്തുക, അതോടൊപ്പം തന്നെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുക തുടങ്ങി ഒരുപാട് കൾച്ചറൽ പരിപാടികളുണ്ട്. അതെല്ലാം തന്നെ നടത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതെല്ലാം തന്നെ ഈ VC-യുടെ ഈ തീരുമാനത്തോടു കൂടി ഇനി ഒറ്റയടിക്ക് റദ്ദാക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ സാധാരണഗതിയിൽ ഒരു യൂണിയന്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ജനറൽ കൗൺസിൽ രൂപീകരിക്കുന്നത് ഏത് കാലയളവിൽ? എങ്ങനെയാണത് നടപടിക്രമങ്ങൾ? ഏതായാലും ഈ മാസം 28 വരെയാണ് യൂണിയന്റെ ഒരു കാലാവധി ഉള്ളത്. അതിനിടയ്ക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. അത് വലിയ തരത്തിൽ ഉള്ളൊരു പ്രതിസന്ധി സർവകലാശാലയിലും യൂണിയന്റെ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇനി ഏതായാലും നടക്കാനും സാധ്യതയില്ല. അത് തന്നെയാണ് ഏറെ ഗൗരവമായി SFIയും കാണുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ സമരപ്രഖ്യാപനവും ഒക്കെ ആയി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധത്തിൽ നിന്ന് പിരിഞ്ഞു പോയോ? അവിടെ നിന്ന് പ്രതിഷേധമെല്ലാം SFI അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ പ്രതിഷേധത്തിന് ശേഷം ACP ഓഫീസിലേക്കാണ് നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും സമരവുമായി എത്തിയത്. കാരണം ഈ രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് VC പറഞ്ഞതനുസരിച്ചാണ് എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ACP ഓഫീസിലേക്ക് അവർ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അവിടെ വെച്ച് ഈ തുടർന്നുള്ള സമരപ്രഖ്യാപന തീരുമാനത്തോടു കൂടിയാണ് SFI പ്രതിഷേധം അവസാനിപ്പിച്ചത്. ശരി, AK സ്റ്റെഫിൻ വിവരങ്ങൾ നൽകുന്നത്.